Hey guys, welcome back to my YouTube channel Crazy Vibes with Surya. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സൂര്യ. സോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിച്ച് കൊളമാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമല്ലോ എന്തോ ഒരു പരിപാടിയാണെന്ന്. അതെ, നമ്മൾ ഇന്ന് ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, മഴയൊക്കെ പെയ്യണ സമയമാകുമ്പം ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര 4 മണിയുടെ കൂടെയൊക്കെ കഴിക്കാനും ഒക്കെ, ചായ കുടിക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഈ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കുമ്പം അതിലിടാനും സൂപ്പറാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങനെ വലിയ വരിക്കപ്ലാവൊന്നും ഇല്ല. അങ്ങനെ എന്തായാലും ഒരെണ്ണം കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് നമ്മൾ, ഭയങ്കര വലിയ ചുളയായിരുന്നു കേട്ടോ, നല്ല വരിക്കച്ചക്ക. അപ്പോൾ അരിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വരട്ടിയെടുക്കാൻ നല്ലതാണ്, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇത് വേനലിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളമൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അമ്മച്ചി വന്നിട്ട് ചക്കക്കുരു സെപ്പറേറ്റ് ആക്കി അതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി തന്നു. ഭയങ്കരമായിട്ട് കനം കുറച്ച് അരിഞ്ഞു. ചക്ക നമ്മൾ ചക്കരപ്പാനിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അടോണി അവിടെ ഇരുന്നിട്ട് അവൻ്റെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് രാവിലെ പരിപാടി തുടങ്ങി. അവനും ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് മഴ കുറച്ച് തോന്നിട്ടുണ്ട്, എന്നാലും ചെറിയ കോടമഞ്ഞ് പോലെയൊക്കെ ഉണ്ട്. ചെറിയ കോടയൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു, എന്നാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ എല്ലാം ഒരേ സൈസിൽ അരിഞ്ഞു തന്നു. പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ കാണും. എന്നാലും ഞാൻ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ചെറിയ കിച്ചണിൽ പോയിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു മെസ്സിനെസ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഐ എം സോറി. എല്ലാം കൂടെ എന്താ പറയുക, രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൂടെ കഴിഞ്ഞിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചിട്ട്, നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ശർക്കരപ്പാനി റെഡിയാക്കുകയാണ്. എന്നിട്ട് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇത് അട ഉണ്ടാക്കാനാണെങ്കിലും കുമ്പിൾ അപ്പം ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ഇതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ചക്കപ്പഴം പായസം ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ, ഒത്തിരി റെസിപ്പീസ് ഉണ്ടാക്കാം. അപ്പോൾ വെറുതെ നമുക്ക് ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഭയങ്കര, നമുക്ക് ആർക്കും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തോന്നത്തില്ല. പക്ഷേ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇത് കഴിക്കാനൊക്കെ ഭയങ്കര കൊതി തോന്നും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ചക്ക കപ്പ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉണക്ക കപ്പ, എള്ള് കപ്പ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വേവിച്ച് കഴിക്കുക, എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഓരോ ഏജിലൊന്നും എനിക്കിത് ഇഷ്ടമേ അല്ലായിരുന്നു. വീട്ടിലൊന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവരൊക്കെ എന്ത് ഇത്ര ആസ്വദിച്ച് കഴിക്കുന്നത്, ചമ്മന്തിയും മീൻകറിയൊക്കെ കൂട്ടി. എനിക്ക് അത്ര ഒരു എന്താ പറയുക, ഒരു ആസ്വാദനം തോന്നിയിട്ടില്ല. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ പ്രായമൊക്കെ ആയി, കുറച്ച് വയസ്സൊക്കെ ആയപ്പം, അതായത് ഒരു 20 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പ്രായം ആയതല്ല കേട്ടോ, എനിക്ക് 10-25 വയസ്സായിട്ടുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞത് കാരണം എൻ്റെ ഹൈസ്കൂൾ ടൈമിലൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ സംഭവം. വീട്ടിലുണ്ടാക്കിയാലും ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. പക്ഷേ ഈ ചക്കപ്പഴം ഫേവറേറ്റ് ആയിരുന്നു അന്നും. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ആ ചൂടോട് തന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തു. എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ക്ലിയർ ആയിട്ടുള്ള ശർക്കരപ്പാനി കിട്ടുമല്ലോ. ഇനിയും വലിയ സ്റ്റെപ്പൊന്നും ഇല്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് മെനക്കേടാണ് കേട്ടോ, നല്ല ക്ഷമ വേണം. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം എടുക്കും നമുക്ക് ഇതൊരു വയണ്ട് നല്ല സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനിയും നമ്മൾ സെയിം പ്രൊസീജിയർ, ശർക്കരപ്പാനി ആക്കിയതിനകത്ത് സ്വല്പം കൂടെ വെള്ളം ഒഴിക്കാവൂ. ഞാനൊരു 1/2 ഗ്ലാസ് കൂടെ ഒഴിച്ചിട്ടുണ്ടാവും. അതിനുശേഷം കംപ്ലീറ്റ് കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കപ്പഴത്തിൻ്റെ ആ ഒരു പീസസ് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീയൊക്കെ കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അടിക്ക് പിടിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ നല്ല ചെമ്പിൻ്റെയൊക്കെ നല്ല ഉരുളി ഉണ്ടെങ്കിൽ അതിലിട്ട് വഴറ്റിയെടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. എൻ്റെ വീട്ടിലിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു വലുതെടുത്തത്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട്, പിന്നെ നമുക്ക് മധുരം എപ്പോഴും ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ വേണം. അതെല്ലാ കാര്യത്തിലും നിർബന്ധമാണ്. അപ്പോൾ സോൾട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റെഡിയാക്കി. അടിക്ക് പിടിക്കാതിരിക്കാനുള്ളൊരു ടിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എന്ത് ചെയ്യും, കുറച്ച് നമ്മുടെ
നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യും, ഇത് ഇളക്കി കൊടുക്കും. അപ്പോൾ അടിയിൽ അങ്ങനെ പിടിക്കില്ല, കാരണം ആ ഒരു എണ്ണമയം പോലെ കിടക്കുന്നുണ്ട്, ഒത്തിരി അങ്ങ് തിക്കായിട്ട് പോകത്തുമില്ല. അപ്പോൾ അതെ ഇതേ പരുവത്തിൽ വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് ചെന്നൊന്ന് ഇളക്കി കൊടുക്കണം, കൈവിടാതെ ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഫ്ലെയിമിൻ്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഫുൾ ഈർപ്പം വറ്റിച്ചെടുത്ത് നല്ല കുറുക്കി പെരട്ടി എടുക്കുന്നതാണ് ചക്ക വരട്ടിയത്. ഏലക്ക പൊടിയൊക്കെ ഇട്ട് ഭയങ്കര ടേസ്റ്റായിട്ടോ. നമുക്കിത് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഫിയോ നല്ല കടുപ്പത്തി ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഇതൊക്കെ വിളമ്പി വെച്ചിട്ട് ഒരു സ്പൂണൊക്കെ വെച്ച് ഇങ്ങനെ കോരി കഴിച്ച് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണം. അതൊരു വല്ലാത്ത വൈബാട്ടോ. അപ്പോൾ പക്ഷെങ്കിൽ ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും എന്താ പറയുക ടേസ്റ്റ് നോക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറൊരു റെസിപ്പി ഇത് വെച്ച് ചെയ്യാനുള്ളത് കിട്ടിയില്ല. നമ്മൾ ഒരു ചക്ക എടുത്തെന്ന് പറഞ്ഞാലും അത് വറ്റി കംപ്ലീറ്റ് അതിൻ്റെ വാട്ടർ കണ്ടന്റിന് പോയി കഴിയുമ്പം ഭയങ്കര കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് വീട്ടിൽ എത്ര പേർക്ക് ഒരു ടേസ്റ്റ് നോക്കാൻ കാണും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മളിപ്പോൾ ഭയങ്കര പകുതി പോർഷനെല്ലാം എടുത്തുള്ളൂ. അങ്ങനെ അത് ഏകദേശം ഇതുപോലെ വറ്റി നന്നായിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുണ്ട്. കണ്ടോ, ഒരു ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ കടുംബായിസമൊക്കെ ഇല്ലേ, അതേ ഒരു കൺസിസ്റ്റൻസി വരും കേട്ടോ, പഞ്ചാമൃതമൊക്കെ പോലെ. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചെറിയ ജീരകവും ഏലക്കായും ഒന്ന് ചെറുതായിട്ട് പൊടിച്ചൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൗഡറി ഫോമിലല്ല, കുറച്ച് ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിന്നിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ഷെങ്കിൽ അത് പായസത്തിന് അടിപൊളിയായിരിക്കും. പക്ഷെ ഇത്തിരൂടെ നമ്മൾ തിക്കായിട്ട് നല്ല കൺസിസ്റ്റൻസി ഭയങ്കര ഒരു ഡ്രൈ പോലെ ആയി എടുക്കും. നമ്മൾ പോർക്കും മറ്റേ എന്താ പറയുക ബീഫൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഒരാളിവിടെ ഇങ്ങനെ ഭയങ്കര ക്ഷമയോടിരിക്കുക കേട്ടോ, എപ്പോൾ ആവും എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവൻ്റെ ഒരു ക്യൂരിയോസിറ്റി കണ്ടിട്ട് അവന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തു കേട്ടോ. അവൻ ചൂട് കാരണം കഴിക്കാൻ ഭയങ്കര പേടിയാണേ, പക്ഷെ നല്ല ഫ്ലേവറും റൂം ഫുൾ അതിൻ്റെ ഒരു ഫ്ലേവർ ആട്ടോ. ചക്കപ്പഴം വരട്ടിയൊക്കെ വരുമ്പോൾ ഉള്ളൊരു മണം, എൻ്റെ മോനെ എന്തൊരു മണമെന്നറിയോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മമ്മ കൊച്ചുനാളിൽ, അതായത് ഞാൻ സ്കൂളിലൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ചക്ക ഇങ്ങനെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറിച്ചിങ്ങനെ വഴട്ടി നല്ല ഗ്ലാസ് ജാറിലാക്കി വെക്കും. അപ്പോൾ നമുക്കിത് വൈകിട്ട് ഇത് കഴിക്കാം എന്നൊക്കെ ആലോചിച്ചായിരിക്കും സ്കൂൾ വിട്ടൊക്കെ വരുന്നത്. അന്നൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല മധുരമൊക്കെ അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണല്ലോ. അങ്ങനെ ഈ ഒരു ഫോമിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാം, പക്ഷെ ചിലർ ഇത് ഹൽവയായിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് മൈദയോ ഗോതമ്പോ അതല്ലെങ്കിൽ റോസ്റ്റ് ചെയ്ത റവയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു ഹൽവ ഫോമിൽ കിട്ടും. നമുക്ക് വേണ്ട ആ പാത്രത്തിൽ ഇളക്കി സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാറാകുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതി, നല്ല പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോമിലാണ് എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബായ്.